പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, 1 മിനിറ്റേ സമയമുള്ളൂ, ലേറ്റായി എല്ലാവരും. അതുകൊണ്ടൊരു പ്രസംഗത്തിൻ്റെ വേദിയല്ല എന്ന് എനിക്കറിയാം. അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റുള്ള എല്ലാ നേതാക്കൾക്കും 1000 ജയ്ഭീം. എൻ്റെ ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നിതിൻ എന്ന മോനെ അറിയാൻ, നമ്മളറിയാൻ അവൻ മരിക്കേണ്ടി വന്നു. ഇതാണ് എൻ്റെ ദുഃഖം. അങ്ങനെ പല പല മേഖലകളിൽ പീഡിപ്പിക്കപ്പെടുന്നവർ അറിയാതെ പോകുന്നു. അവർ നമ്മൾ അറിയപ്പെടുന്ന രീതിയിലേക്ക് അവരെത്തുമ്പോൾ അവർ മരണപ്പെടുന്നു. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പല കൊടികളിൽ പിടിച്ച് പല രാഷ്ട്രീയ പാർട്ടികളിൽ പല കൊടികളിലായി നമ്മൾ ചിതറിപ്പോയത് കൊണ്ടാണ്. അതിനൊരു മാറ്റം വരണം. ഈ ആക്ഷൻ കൗൺസിൽ ലക്ഷ്യത്തിലെത്തും. കാരണം ഇവിടുത്തെ സിസ്റ്റം പറയുന്നത്, നീ മരിച്ചു, നിന്നെ ഞങ്ങൾ കൊല്ലാം, നിന്നെ മണ്ണിനടിയിൽ ഉറക്കിയിട്ട് നിനക്ക് ഞങ്ങൾ അതിൻ്റെ മുകളിൽ വീട് പണിയാം. മണ്ണിൽ ഉറങ്ങുന്നവന് എന്തിനാണ് വീട്? അവന് നീതിയാണ് ആവശ്യം. അപ്പോൾ 27-ാം തീയതിയുള്ള ഹർത്താൽ ഈ രാജ്യത്ത് ഒരു മാറ്റത്തിൻ്റെ ധ്വനി ഉണ്ടാകണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പറയണം. നമ്മൾ ഓരോരുത്തരും 27-ാം തീയതി വൈകുന്നേരം ഓരോ സെൻറ്ററുകളിൽ നിന്ന് വിളിച്ച് പറയണം, നമ്മളെ ആക്രമിക്കാൻ, നമ്മളെ ഉപദ്രവിക്കാൻ നിൻ്റെ മനസ്സിൽ എപ്പോൾ ചിന്ത വരുന്നോ അപ്പോൾ നീ നിൻ്റെ ആ പൂർവികന്മാരുടെ കല്ലറ മാടങ്ങളിൽ പോയിട്ട് അസ്ഥികളെ നോക്കി ഒന്ന് പറ. അംബേദ്കർ എന്ന് പറ, അയ്യൻകാളി എന്ന് പറ. ആ അസ്ഥികൾ വരെ വിറയ്ക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. അതാണ് നമ്മളുടെ പാരമ്പര്യമെന്ന് ഉറച്ച് വിളിച്ചു പറയാൻ നമ്മൾ തയ്യാറാവും. 27-ാം തീയതി വൈകുന്നേരം നമ്മളെല്ലാവരും അവരവരുടെ മെയിൻ സ്ട്രീറ്റുകളിൽ വരുന്നു. നമ്മൾ വിളിച്ചു പറയുന്നു, നമുക്കൊരു വലിയ പാരമ്പര്യമുണ്ട്, നമ്മൾ അയ്യൻകാളിയുടെ ചെറുമക്കളാണ്. 1 അടിച്ചാൽ 2 അടിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ തികച്ച് സമാധാനപരമായി നടത്തപ്പെടണം. ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല. എങ്കിലും 1 മിനിറ്റ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ക്ഷമിക്കണം. നന്ദി, നമസ്കാരം.